ഇപ്പോൾ ഷെയർ വാല്യൂ ഡിവൈഡഡ് ബൈ EPS. അതായത് ഇതിപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞ പോലെ ഡൈസ് ഇൻവെസ്റ്റ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത സമയത്ത് 1000 രൂപക്ക് ഷെയർ ഇറക്കി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് ഏകദേശം ബോധ്യമായി. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിന് ഇപ്പം ഞാൻ ഇഷ്യൂ ചെയ്ത സമയത്ത് ഡൈസ് ഇൻവെസ്റ്റിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് 1000 രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. ഇപ്പോൾ ഡൈസ് ഇൻവെസ്റ്റ് അത്യാവശ്യം നല്ല കമ്പനി, നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കമ്പനി വളർന്ന് വലുതായി. അപ്പോൾ ഇപ്പോൾ ആ ഷെയറിൻ്റെ വില 10,000 രൂപയായി. 10,000 രൂപ. അപ്പോൾ ഈ ഡൈസ് ഇൻവെസ്റ്റിൻ്റെ EPS ഏണിംഗ് പെർ ഷെയർ 100 രൂപയാണെന്ന് വിചാരിച്ചു. അതായത് ഒരു ഷെയർ മേന്ന് 100 രൂപ കമ്പനി ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ശ്രുതി പറഞ്ഞനുസരിച്ചാണെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 100, അപ്പൊ എത്ര? 10 പി റേഷ്യോ. ശരിയാണോ? അതായത് കമ്പനി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ഏണിംഗ് പെർ ഷെയർ എന്നാണ് ഇപ്പൊ അല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് 10 കിട്ടേണ്ടത്. ശരിയാണോ? അല്ല, അതായത് ഇപ്പോഴത്തെ കമ്പനിയുടെ വാല്യുവേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പി റേഷ്യോ കൊണ്ട് ഇപ്പൊ കമ്പനി ലിസ്റ്റ് ചെയ്ത സമയത്ത് എത്ര വാല്യൂ ഉണ്ടായിരുന്നല്ല, ഇപ്പൊ കമ്പനി ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ നല്ല റേറ്റിലാണോ ആണെന്നാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പണ്ടത്തെ റേറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അത് പണ്ട്, അത് ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പായിരിക്കാം. ചിലപ്പോൾ ചില ഷെയറുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് നിസ്സാര സമയങ്ങൾ കൊണ്ട് തന്നെ 10 മടങ്ങ് ഷെയറിന്റെ വാല്യൂ കൂടാം. അപ്പൊ ഇപ്പം നിലവിൽ മാർക്കറ്റ് വാല്യൂ എന്താ? ഇപ്പം നിലവിൽ മാർക്കറ്റ് വാല്യൂ ഇപ്പൊ ഉദാഹരണത്തിന് 10,000 രൂപയാണ് ഒരു ഷെയറിന്റെ വിലയെങ്കിൽ അതിന്റെ ഏർണിങ്സ് 100 രൂപയാണെങ്കിൽ എത്ര കിട്ടും? 100 കിട്ടും. പി റേഷ്യോ 100 കിട്ടും. അപ്പൊ പി റേഷ്യോ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ആര് പറഞ്ഞു? കമ്പനിയുടെ ഷെയർ ഓവർ വാല്യൂഡ് ആണ്. വളരെ സിമ്പിൾ. അതായത് കമ്പനി ഇപ്പൊ ഒരു ഷെയറിന് 100 രൂപയാണ് ഒരു വർഷം പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്, ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ 100 രൂപ, അതായത് കമ്പനി ഇപ്പൊ നിലവിലത്തെ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചു. ഇവരെ പ്രോഫിറ്റിലൊന്നും ഈ പറഞ്ഞ ഏർണിങ്സ് EPS-ലൊന്നും വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 100 രൂപ, ഈ 10,000 രൂപ ഒരു ഷെയർ ഞാൻ വാങ്ങിയാൽ ഈ 100 രൂപ വെച്ച് ഒരു വർഷം 100 രൂപ വെച്ച് എനിക്ക് 10,000 രൂപ കിട്ടണമെങ്കിൽ എത്ര നാൾ പിടിക്കും? അതായത് 100 രൂപ വെച്ച് എനിക്ക് എല്ലാ വർഷവും 100 രൂപ വെച്ച് കിട്ടണതാണ്. EPS 100 രൂപ വെച്ച് കിട്ടണതാണ്. ഈ 100 രൂപ കൂട്ടി 10,000 രൂപ ആണെങ്കിൽ എത്ര വർഷം പിടിക്കും? 100 വർഷം, 100 years. 100 വർഷം എത്തുമെന്നാണ് അതിനർത്ഥം. ഇപ്പൊ സൗദി പറഞ്ഞത് ഓവർ വാല്യൂഡ് ആണ്. സൗദി പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂല് ഞാൻ ഈ ഷെയറിൽ ഞാൻ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ പൈസ എനിക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ 100 വർഷം പിടിക്കുമെന്നാണ് ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്താണ് പി റേഷ്യോ, എന്താണ് സംഭവം എന്ന് നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിയിൽ 10,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10,000 തിരിച്ചിട്ടണമെങ്കിൽ 100 വർഷം പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ അത് ഓവർ വാല്യൂ ആണ്. ഇപ്പൊ നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പുതിയ സംഭവം തന്നെ ഉണ്ടോ? ഇനി നിങ്ങളിങ്ങനെ ഒരച്ച് കഷ്ടപ്പെടണമെന്ന് വിചാരിച്ച് നമ്മുടെ ഇന്ററാക്റ്റീവ് പാനൽ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. 20-ാം തീയതിക്കുള്ളിൽ സാധനം ഇവിടെ വരും. കാരണം നമ്മളെല്ലാം അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചാണ്. 20-ാം തീയതിക്കുള്ളിൽ വന്നില്ലെങ്കിൽ സാധനം ഞാൻ തല്ലിടും. അപ്പൊ ഇനി ഞാൻ ഇതിൽ ക്ലാസ് എടുക്കുന്ന പോലെ ഇവിടെ ബോർഡിൽ വളരെ ഭംഗിയായിട്ട് മായ്ക്കാനും പിടിക്കാനും കയ്യുമ്പോൾ മഷിയാവില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും. പിന്നെ അതിൻ്റെ ഗുണമുണ്ട്, ആ നോട്ടെല്ലാം ഇത് കഴിയുമ്പോഴേക്കും അപ്പം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും പറയും.
അപ്പൊ എന്ത് മണ്ടത്തരമാണ് എന്ത് സംഭവം പറഞ്ഞതെന്ന് വെച്ചേക്കണെന്ന് നമുക്കറിയാനും പറ്റുമല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു 100 വർഷം, അതായത് ഇതേപോലെ ഇപ്പൊ നമുക്ക് BSE സെൻസെക്സ് നിഫ്റ്റിക്കെല്ലാം പി റേഷ്യോ ഉണ്ട്. ഇപ്പൊ നിഫ്റ്റിയുടെ പി റേഷ്യോ ഇപ്പൊ നിലവിൽ എത്രയാണ് ദേവിക? വിനു കിര ഏകദേശം എത്ര വേണം? അതായത് ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം 24 അത്ര ഇല്ല. അതായത് ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാനും രഞ്ജിത്തായിട്ട് കഴിഞ്ഞ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ ഡേറ്റാസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എടുത്ത് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ മനസ്സിലാക്കിയ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഏകദേശം ഒരു പി റേഷ്യോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 18നും 27നും ഇടക്കാണ് നോർമൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ഈ പി റേഷ്യോയുടെ വലിയൊരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 18നും 27നും ഇടക്കാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 18നും 27നും അടുത്ത് ഈ കോവിഡിന്റെ ടൈമിൽ പി റേഷ്യോ 40-44ലേക്ക് പോയി. എന്തുകൊണ്ടായിരിക്കും ഈ കോവിഡ് ടൈമിൽ ആ കോവിഡ് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പി റേഷ്യോ 10-20 ഒക്കെ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 40-44ലേക്കായി? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആകുന്നത്? ശ്രുതി, മ്യൂച്വൽ ഫണ്ട് എക്സ്പെർട്ട് സാൻഡ്ര എക്സ്പെർട്ട് ആണെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ജോലി വന്നത്. കാരണം UTA പോലുള്ള ഒരു AMCയുടെ ഇതിൽ ക്യാമ്പ്സിലും ഇതിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആണ്. സെയിൽസിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ പറഞ്ഞത്. എന്താണ് സ്ഥലത്തെ പറയും, നിങ്ങള് ഉത്തരം പറയും. ഞാനിപ്പോ എന്തൊരു ചോദിച്ചത് ആ കോവിഡിന്റെ ടൈമിൽ ഈ പി റേഷ്യോ ഈ പറഞ്ഞ ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തു. വൈ പ്രോഫിറ്റബിലിറ്റി കൂടി അപ്പൊ പി റേഷ്യോ കൂടണത് പ്രോഫിറ്റബിലിറ്റി കൂടും വേണം. അതായത് ഈ കോവിഡ് ടൈമിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും പൂട്ടിക്കിടക്കണേ. ഈ പൂട്ടിക്കിടക്കുന്ന കമ്പനികൾക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? ഓൾമോസ്റ്റ് ഒരു മിക്ക കമ്പനികളും മിക്ക സെക്ടറുകളും കംപ്ലീറ്റ് മാസങ്ങളോളം പൂട്ടിക്കിടക്കണേ. അപ്പൊ ഓപ്പറേഷൻ ഇല്ല, അപ്പൊ കമ്പനികൾക്ക് വരുമാനം ഇല്ലാതെ നമുക്കും കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല. അപ്പൊ പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്ത് എന്ത് സംഭവിച്ചു? EPS ഒറ്റടിക്ക്, ഏർണിംഗ് പെർ ഷെയർ ഒറ്റടിക്ക് വളരെ താന്നു. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവം ഒറ്റടിക്ക് ഷൂട്ട് ചെയ്യാൻ കാരണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇതിന്റെ EPS 100 രൂപയാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഓപ്പറേഷൻ ഇല്ല, ഇപ്പൊ ഷെയറിന്റെ വില ആ സമയത്ത് 1000 രൂപയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, 1000 രൂപയാണ് ഒരു ഷെയറിന്റെ വില. ഇപ്പൊ EPS 100 രൂപയാണെന്ന്. മാർക്കറ്റ് ഇവിടെ അന്ന് 30% ആണ് മാർക്കറ്റ് ഇടിച്ചത്. അപ്പൊ 1000 രൂപയുടെ 30% മാർക്കറ്റ് ഇടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം ഇടിക്കും കിരൺ? 300 രൂപ. അപ്പൊ എത്ര ഷെയറിന്റെ വാല്യൂ എത്രയും? 700. അപ്പൊ ഈ 1000നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 10. അതായത് ആ സമയത്ത് പി റേഷ്യോ 10 ആണ്. ശരിയല്ലേ? ഇതിനു മുമ്പ് അപ്പൊ മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴേക്കും ഷെയറിന്റെ വാല്യൂ 700 രൂപ. അപ്പൊ ഇവിടെ ഓർഗനൈസേഷൻ പൂട്ടിക്കിടക്കണേണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രം ഇത് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഈ കമ്പനിയുടെ EPS 25 രൂപയായിട്ട് കുറഞ്ഞെന്ന് വിചാരിച്ചു. അതായത് കമ്പനി പ്രോഫിറ്റ് വളരെ കുറച്ച് ലാഭം മാത്രം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഏർണിംഗ് പെർ ഷെയർ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. ശരിയല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് 700 ഇപ്പൊ നിങ്ങൾക്ക് കണക്കൂട്ടാൻ എളുപ്പത്തിന് 750 ആക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ 750 ഡിവൈഡഡ് ബൈ 25. അപ്പൊ ഇപ്പൊ EPS എത്ര? ഈ പി റേഷ്യോ എത്ര? 30.
അതായത് കോവിഡിന് മുമ്പ് ഇത് 10 രൂപയായിരുന്നു. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഇടിഞ്ഞ് മാർക്കറ്റ് 30% ഇടിഞ്ഞിട്ടും പി റേഷ്യോ 10-ന് 30 മനസ്സിലായോ? എന്താണ് റീസൺ? കാരണം ഇവിടെ EPS 100 ഉണ്ടായിരുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ വളരെ എഫക്ട് ചെയ്തു. അത് 4-1 മാറി. അപ്പൊ അവിടെ പി റേഷ്യോ അപ്പം ഹൈ ആയി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 18-നും 27-നും ഇടക്കാണ്. അപ്പൊ നമ്മൾ കണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഡേറ്റയെ ബേസ് ചെയ്ത് ഇപ്പൊ ഒരു 18 വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു ഇക്വിറ്റി അലോക്കേഷൻ നമുക്ക് കൊടുക്കാം. വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കൂടുതൽ നമുക്ക് ലംസമായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ എമൗണ്ടും ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിലേക്ക് നമ്മൾ അലോക്കേഷൻ കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതേസമയം ഏകദേശം ഒരു 24 മുകളിലേക്ക് പോകുന്ന സമയത്ത് പി റേഷ്യോ, അതായത് ഏകദേശം ഒരു 10-20 വർഷത്തെ ഇത് നൽകുമ്പോൾ 24 മുകളിൽ പോയി കഴിഞ്ഞാൽ അധികം താമസിക്കാതെ അവിടെ നിന്ന് ഒരു കറക്ഷൻ ഇപ്പൊ ഈ അടക്കം 24 മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കറക്ഷൻ വന്ന് 20 വരെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പൊ തൽക്കാലം വീണ്ടും തിരിച്ചിപ്പോ കയറി തുടങ്ങിയത്. അപ്പൊ 24 മുകളില് ഇപ്പൊ 24 മുകളിലേക്കാണ് പി റേഷ്യോ എങ്കിൽ അപ്പൊ നമ്മൾ മാക്സിമം ഇക്വിറ്റി ആയിട്ടുള്ള ഫണ്ടുകൾ കുറച്ചിട്ട് ഒന്നില്ലേ ഡൈനാമിക് അസറ്റ് അലോക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഡെറ്റ് പോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് STP ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ STP ചെയ്യുക. അങ്ങനെ ഒരു കറക്ഷൻ തന്നെയാണെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ അതിലേക്ക് സ്വിച്ച് ചെയ്യിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഈ 26-27 വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ എമൗണ്ട് ഇക്വിറ്റി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്റ്റ് ആവും, അവരെ വാല്യൂഷൻ താഴേക്ക് വരും. തിരിച്ച് ആ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരാം. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പി റേഷ്യോ മറ്റേത് EPS മറ്റേത് മറിച്ച് പിടിച്ചതല്ല നമ്മൾ നോക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ ടൈമാണ് അല്ലയോ എന്ന് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ എന്തിനു വേണ്ടി കസ്റ്റമർ നമ്മളെ സമീപിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്പെർട്ട് ആണെന്നുള്ള ഒരു തിങ്കിങ് പാറ്റേണിലൂടെയാണ് ഇവര് നമ്മളെ ഈ കസ്റ്റമേഴ്സ് നമ്മളെ അന്വേഷിച്ചു വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് എല്ലാ ടൈമിലും ഇപ്പൊ മാർക്കറ്റ് പി റേഷ്യോ 18 സമയത്ത് കൊടുക്കുന്ന അതേ ഫണ്ട് തന്നെ പി റേഷ്യോ 27 സമയത്തും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട. അപ്പൊ ഇപ്പൊ ഇനി ഒരു കസ്റ്റമർ പി റേഷ്യോ 18 എത്തുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അസറ്റ് അലോക്കേഷൻ എല്ലാം ഫോളോ ചെയ്യണം? 18 സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇപ്പൊ ഏകദേശം ഒരു 27 അപ്പൊ 27 ആകുമ്പോഴേക്കും ഈ കസ്റ്റമറിന് ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഈ ടൈമിനുള്ളിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 27 സമയത്ത് അവരെ വിളിച്ചിട്ട് സാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്കുണ്ട്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് പോർഷൻ ഇപ്പൊ സാറ് എടുത്താണ് ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് പോർഷൻ നമുക്ക് വേണമെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു ഫണ്ടിലേക്ക് നമുക്ക് മാറ്റിയിടാം. അതിനുശേഷം കറക്ഷൻ വന്ന് താഴേക്ക് ഇടിയണമെങ്കിൽ നമുക്ക് തിരിച്ച് നമുക്ക് വീണ്ടും എൻട്രി ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ആക്റ്റീവായിട്ട്, പക്ഷെ അത് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇപ്പൊ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി മാത്രം നമ്മളെ ടീമിലേക്ക് ഒരാളെ എടുക്കാനുള്ള പ്ലാൻ ഈ ഒരു വർഷം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഓരോ സമയത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഈ ആഴ്ചത്തെ പൊസിഷൻ എങ്ങനെയാണ്, അപ്പോൾ അതനുസരിച്ച് ഈ സമയത്ത് നമ്മൾ എന്ത് സ്ട്രാറ്റജി, ഏത് ഫണ്ടുകളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ പഠിപ്പിച്ചുതരാൻ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളെ നമ്മൾ എടുക്കാൻ നമ്മൾ പ്ലാൻ ഉണ്ട്. അത് ഈ ഒരു വർഷം തന്നെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ ഒരു വർഷം എന്ന് പറയാം 2024 അല്ല 2025 നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് കസ്റ്റമറെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഉത്തരവാദിത്തം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും ബേസിക്കാണ് ഈ പറഞ്ഞ പി റേഷ്യോ. ഇത്രയും വർഷത്തിനിടെ മിനിമം ഞാൻ സവിതനൊക്കെ 100 തവണയെങ്കിലും ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ചോദിക്കുമ്പോൾ ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലേ?
കാരണം വേറെ ഒന്നല്ല, നിങ്ങൾ ഇത് എഴുതി പഠിക്കാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ കേട്ടുപോകുന്ന ആൾക്കാരായിട്ട്, നിങ്ങൾ ഈ കേട്ടുപോകുന്ന ആൾക്കാരായിട്ട് മാറുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം.